എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഞങ്ങളെല്ലാരും ഒത്തുകൂടി ഇരിക്കുന്നതിന്റെ കാര്യം എന്താ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മളെ പൂതം വരുന്നുണ്ട് കളിക്കാട്ടോ, താലപ്പൊലിന്റെ പൂതം. അപ്പൊ അടുത്ത വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മളെ വീട്ടിലില്ലാത്ത കാരണം നമ്മൾ തറവാട്ടിലാണ് കേട്ടോ ഒത്തുകൂടി ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരും, ഇവിടെ നമ്മളെ അമ്പലത്തിൽ കയറും, അതിൻ്റെ ശേഷം നമ്മളെ തറവാട്ട് ഇവിടെ മുറ്റത്ത് കളിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ് അല്ലേ അമ്മ? അമ്മയ്ക്ക് ഭയങ്കര ബിസി ആയിരുന്നു. 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടില്ല, വന്നിട്ടില്ല. ഓളെ വീട് കൊറേ ദൂരെയാണ്, തിരൂര്. ഇപ്പൊ വരാൻ കഴിയില്ല, ബുദ്ധിമുട്ടാവും. ഈ സമയത്തൊന്നും വരാൻ കഴിയില്ല. അതാണ് എല്ലാവർക്കും അറിയാം. ഓളെന്നെ എല്ലാരും അറിയണാണ്. എല്ലാരും ആദ്യമൊക്കെ വന്നപ്പോ വീട്ടിൽ പറ്റിയിരുന്നു. ഇപ്പൊ പിന്നെ വീട് ഇവിടെ അടുത്തല്ലാത്തോണ്ട് കൊറേ അല്ലാതെ ചേച്ചി പറയണ്ടേ നിങ്ങളെല്ലാ കാര്യങ്ങളും ഞങ്ങള് അറിയുന്നുണ്ടല്ലേ. കുട്ടീന്റെ കല്യാണം മിനിയാന്ന് വരുന്നു പോയത്, ഇന്നലെ താത്ത നടുവത്തെന്ന് വന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അത് കാണുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളെ പരിപാടിക്ക് ഒക്കെ ഒരുക്കല്ലേ. അതെ. അപ്പൊ നമ്മള് കാത്തിരുന്ന് നമ്മളെ പൂതം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പൂവൊക്കെ വെക്കണം. തറവാട്ടിലാണ്, നമ്മളെ തറവാട്ടിൽ വെച്ചിട്ടാട്ടോ പൂതം കളിക്കുന്നത്. നമ്മളെ വീട്ടിക്ക് വരുന്നില്ല. ഇനി വരുമോന്ന് അറിയില്ല. ഞങ്ങളെല്ലാരും തറവാട് ഇതാണ് ഞങ്ങളെ തറവാട് കേട്ടോ, നമ്മളെ കുടുംബക്ഷേത്രം തൊട്ടപ്പുറത്ത് മുറ്റത്ത്. പിന്നെ ആ കാണുന്നത് വല്യമ്മേന്റെ വീട്, വല്യച്ഛന്റെ വീട്, അതായത് സന്തോഷേട്ടന്റെ അച്ഛന്റെ ഏട്ടന്റെ വീട്. അങ്ങനെ 3 വീട് ഇങ്ങനെ 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 ആണ് കേട്ടോ. നമ്മളെ വീട് ഇതാ തൊട്ട താഴെ. ഒന്ന് കഴിച്ചോട്ടുണ്ട്. പണി തീരാത്ത വീട് തീരും. അപ്പൊ കുറച്ച് പൂവരച്ചിന് കുറച്ച് തുളസിപ്പൂവും കൂടി കിട്ടണം. നമ്മളെ അമ്പലത്തേക്കുള്ള നമ്മൾ ഡെയിലി പറിക്കോണ്ട്. നമ്മളെ കുഞ്ഞാൻറ്റി വന്നു, ചെറിയ പെങ്ങള്. റെഡി ഒക്കെ കിട്ടി. ഇതിലായി ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എന്തൊക്കെയാ വേണ്ടേ? ഇതാട്ട നമ്മളെ ഓമന പുത്രി. ഓള് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടില്ല. അപ്പൊ അമ്മേനെ കാണാലോ. അമ്മ അങ്ങോട്ട് വീട്ടിക്ക് പോയി. ഒന്ന് നമ്മളവിടെ കളിപ്പിക്കില്ലല്ലോ. ഇവിടെ ഉണ്ടാവും, വേറെ കളിപ്പിക്കട്ടെ. നമ്മളെ അമ്മ മരിച്ചതിന് തൊട്ടപ്പുറത്ത്. പക്ഷെ എന്നാലും ഒരു കളി കാണാം. അമ്പലത്തെ പരിപാടി. ഇനി കുറച്ച് കഴിഞ്ഞതിന്റെ ബാക്കില് കാള വരും. പിന്നെ വൈകുന്നേരം 5 മണി ആ സമയം. ഇപ്രാവശ്യം മഴ ആയതുകൊണ്ട് ചിലപ്പോ നേരത്തെ വരുന്നുണ്ടാവും സംഭവം. ചിട്ടു കൂടെ വരുന്നേ കൂടെ. എന്റെ അവിടെ അല്ല, പിന്നെ അല്ല, ഞങ്ങൾ അവിടെ പോയി കുന്നത്ത് പോയി കുറെ അടുത്തുണ്ട്. പോരും ഫോട്ടോ. ഇവിടെ നട്ടൂല, നല്ല വേക്കണ്ട.
മോമ നോക്കിയത് ആ കൂടെ വരെ കേട്ടോ ഉപ്പുവെള്ളം നാരങ്ങെള്ളം ചുക്കുവെള്ളം എവിടെ കഞ്ഞിവെള്ളം എടുക്കാം പൂതത്തിന് വേണോ കഞ്ഞിവെള്ളം അമ്മ പൂതത്തിനാണോ കഞ്ഞിവെള്ളം ചുക്കുവെള്ളം കഞ്ഞിവെള്ളം എന്നാ ഇങ്ങനെ പിടിച്ചോടുത്തിരുന്ന ഇങ്ങനെ പിടിക്കുക ചൂടെടുത്തിട്ടേ അമ്മമ്മ ഓന് കൊടുക്കണ്ട ഞാൻ കൊടുക്കട്ടെ മാമേനെ കഴിഞ്ഞിട്ടുണ്ട് പേടിക്കണ്ടടാ മാമേനെ അവളെ കൊണ്ടിരിക്കട്ടെ പോയി ഞാൻ കാള വരാണ്ട് കേട്ടോ കാള വരാൻ കുറച്ച് താമസമുണ്ട് 5 മണിയൊക്കെ ആവും അപ്പൊ നിങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചു വരാം കൊറേ സ്ഥലത്ത് കറങ്ങിന്റെ ശേഷം വരിക പൂതം പിന്നെ അതിലങ്ങോട്ട് രണ്ട് വഴിക്കാ വരുന്നത് അതാട്ടോ അപ്പൊ നമുക്ക് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാളേനെ കാത്തിരിക്കാം അപ്പോ എന്താ മുരിങ്ങന്റെ മരം എടുത്തോണ്ടിരിക്കണോ ഇത് പിന്നെ കുറ്റന്മാർ 2 തന്നു സെൽമത്ത് തന്നു അപ്പൊ കുറച്ച് മുരിങ്ങ ഇതെവിടെ മുരിങ്ങ അപ്പൊ ഒന്ന് മുരിങ്ങയും പരിപ്പ് അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഇനി 3-4 ദിവസം നമുക്ക് വെജിറ്റബിൾ പറ്റുള്ളൂ അപ്പൊ സെൽമത്ത് ഒരു വീഡിയോ അടിച്ചു അപ്പൊ അതും പരിപ്പും ഉണ്ടാക്കാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് മുരിങ്ങട്ടോ ഒരു ദിവസം സിന്തേച്ചോടെ പോയിട്ട് അവിടെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചെന്നപ്പോ ഇതേന്ന് കറി എന്നിട്ട് പിന്നെ സന്തോഷമായിട്ട് അതൊരു ഇഷ്ടപ്പെട്ടു ഞാൻ വെച്ചത് ഇഷ്ടമായില്ല അതേപോലെ വെക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മളെ പരിപ്പ് മുരിങ്ങട്ടോ കറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ട് അപ്പൊ പിന്നെ വാസേട്ടൻ്റെ അടുത്ത് നാളികേരം എത്തി അപ്പൊ കുറച്ച് ദിവസം നമുക്ക് പഞ്ചല്ലാതെ അടിച്ചു പൊളിക്കാം നാളികേരം കൊണ്ട് ഞങ്ങള് ചെന്നപ്പോഴേക്കൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഭക്ഷണം കഴിക്കല്ലേ വേണ്ടാക്കിട്ട് അപ്പത്തിന് നമ്മള് പൂതാൻ വരും കാള നമ്മള് കറി ഉണ്ടാക്കണ കാണിച്ചില്ല ഭയങ്കര ക്ഷീണായല്ലോ ഉറക്കം വന്നിട്ട് ആകെ ക്ഷീണട്ടോ ഇപ്പൊ ഒരു കടത്തൊക്കെ കഴിഞ്ഞിട്ട് നീച്ച് വന്ന് ചോറിനുള്ള പരിപാടിയാണ് അമ്മയും ചേട്ടനും മുമ്പേ ചോറുണ്ട് കേട്ടോ ഞാനും അപ്പൂസ് ഉണ്ടേന്നുള്ളൂ ഞാൻ എന്റെ അലക്കലൊക്കെ കഴിയുമ്പോഴേക്കും ആകെ ക്ഷീണം അപ്പൊ അങ്ങോട്ട് കടന്നിട്ടൊന്ന് ഉറങ്ങി ഇപ്പൊ നീച്ച് വരിക അപ്പൂസിന് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ ആദ്യത്തെ സോയാബീൻ്റെ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയോക്കാം ഇന്നത്തെ ഉച്ചക്ക് ചിലപ്പോ ഒരു കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കാള വരും കാളനെ കാണാനുള്ള വെയിറ്റിംഗ് ചോർന്നിട്ട് പോലെ അപ്പൊ നമ്മളെ കാള അതാ എത്തിക്കൊണ്ടിരിക്കാണ് കേട്ടോ കൊട്ടി വെക്കുന്നുണ്ട് ഭയങ്കര ആകാംക്ഷയിൽ ഇരിക്കണേ അതേപോലെ തന്നെ ഇതിനും അതേപോലെ തന്നെ ചെയ്യണം ഞങ്ങള് നിറച്ചപ്പൊക്കെ എടുത്തേക്കാണ് എന്താ അപ്പൊ നമുക്ക് കൂപ്പൺ ഉണ്ട് കേട്ടോ നമ്മളെ അമ്പലത്തിന്റെ വക കാണിച്ചെടുത്തേ കാണിച്ചെടുത്തേ അത് കാണിച്ചെടുത്തേ സമ്മാന കൂപ്പൺ ഉണ്ട് 100 രൂപ ബൈക്കാണ് കേട്ടോ ഒന്നാം സമ്മാനം ഹീറോ ബൈക്ക് പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട് അപ്പൊ നമ്മളൊരു അമ്മ ഒരു കുറ്റി കൂപ്പണ് അമ്മേന്റെ അടുത്തൊരു ബുക്ക് കൊടുത്തു ഫാമിലി എടുത്തത് ഒന്നാം സമ്മാനം എല്ലാവർക്കും ബുക്ക് കേട്ടോ ഇനിയിപ്പോ ബാക്കി കൂടി അമ്മ കൊണ്ടിട്ട് പോവുകയാണ് വരുന്നേ ഷാനോട്ടിനെ കണ്ടല്ലോ അപ്പൊ ചോദിക്കേ ചേച്ചേ ചോദിക്കേ ആരാണ് എന്നിട്ട് എന്തൊക്കെ വേറെ ചാടി രക്ഷല്ല
സിനറുണ്ട് കിട്ടിയാൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അപ്പൊ അങ്ങനെ കാത്തിരുന്ന കാളയും പോയി. ഇനി താല്പര്യപ്പറമ്പിന്റെ താല്പര്യപ്പറമ്പെന്ന്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ചെറിയ വിശേഷം നിർത്തുകയാണ്. നാളെ നമുക്ക് ഇനി പുതിയ വിശേഷമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.